ശരിക്കുള്ള സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ഞാൻ ജോലി എല്ലാം കളഞ്ഞിട്ട് ഞാൻ സിനിമയ്ക്ക് വേണ്ടിയിട്ടൊരു വർഷം, ഒരു 6-7 വർഷം, 6 അതിന് കൂടുതൽ വർഷങ്ങൾ ഞാൻ കൊച്ചിയിലേക്ക് വന്നു. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പണി അറിഞ്ഞത്. കാരണം അത് ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു. കാരണം ഞാൻ ബേസിക്കലി ആസിക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആസിക്കനെ, ഭയങ്കര ഫാനാണ് ആസിക്കയുടെ. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ നമുക്ക് തരുന്നൊരു ബൂസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ ഒരു ബൂസ്റ്റ് കിട്ടിയാൽ ഒരാൾ സപ്പോർട്ട് ചെയ്താലേ ഒരാൾക്ക് മുമ്പോട്ട് വരാനൊക്കെ പറ്റുള്ളൂ. അപ്പം ഞാനൊട്ടും പ്രതീക്ഷിക്കാതെയാണ് ആസിക്ക അങ്ങനൊരു വേർഡ് പറഞ്ഞത്. അത് എനിക്ക് ഓസ്കാർ കിട്ടിയൊരു ഫീൽ ആയിരുന്നു. അപ്പൊ ഇങ്ങനൊരു സംഭവം വന്നു, എനിക്ക് അറിയില്ല. ഞാൻ പിന്നത് ഒക്കെ ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അത് എന്താണുള്ളത്, അതിന്റെ ഉള്ളിലുള്ള കണ്ടന്റ് എന്താണെന്നും അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ അത് സംസാരിച്ച എന്താണെന്നുള്ള പറ്റിയിട്ട് പിന്നീടാണ് എനിക്കിത് മനസ്സിലായത്. ക്യാരക്ടർ പുള്ളി കറക്റ്റ് ആ ക്യാരക്ടറായി. പുള്ളിയുടെ ഇവൻ നോട്ടം, പുള്ളിയുടെ സംസാരം എല്ലാം ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. അതാ പടം കണ്ട എല്ലാവർക്കും മനസ്സിലാവും. കാരണം നമ്മൾ ഇത്രയും കാലം കണ്ട. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് വണ്ടറായി പോയി, ഷോ ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെയോ. ഷോർട്ട് ഫിലിം നടൻ എന്ന ടാഗ്ലൈനിൽ നിന്നും സിനിമാ നടൻ എന്ന ടാഗ്ലൈൻ കിട്ടാൻ കോഴിക്കോട്ടുകാരനായ ഉണ്ണിലാലുവിന് സഞ്ചരിക്കേണ്ടി വന്നത് ഏകദേശം 15 വർഷത്തോളമാണ്. അത്രത്തോളം വർഷത്തിന്റെ കഥ പറയാനുണ്ടാവും ഉണ്ണിലാലുവിന്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് രേഖാചിത്രത്തിലും പറന്നു പറന്ന് ചെല്ലാൻ എന്ന ചിത്രത്തിലും പിന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ പോലീസുകാരനായും നമ്മെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ണിലാലുവാണ്. നമുക്ക് ഉണ്ണിലാലുവിനോട് തന്നെ കഥകളൊക്കെ ചോദിക്കാം. ഏകദേശം 15 വർഷത്തോളം ഉണ്ടെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. എന്താണ് ആ ഒരു കഥ? കോഴിക്കോട് നിന്നും സിനിമാ നടനിലേക്ക് എത്തിയ, ഷോർട്ട് ഫിലിമിൽ നിന്നും സിനിമാ നടൻ എന്ന ടാഗ്ലൈൻ കിട്ടിയ കഥ ഒന്ന് പറയാമോ? കഥകൾ വലിയ കഥയാണ്, ഷോർട്ടാക്കിട്ട് പറയാം. ഒന്നുമല്ല, എനിക്ക് ആദ്യം മുതലേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ആക്ടറാണെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഞാൻ ആ സമയത്തെ നമ്മളിങ്ങനെ സിനിമകൾ ഒരുപാട് കാണും. പിന്നെ എനിക്കൊന്നൊരു 10th +1 മുതലൊക്കെ നമ്മൾ ഓഡിഷൻ പോയി തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്തെ ഓഡിഷന് പോയി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഗ്രാജുവലി ഇങ്ങനെ നമ്മൾ ഇതിന്റെ പിന്നാലെ തന്നെ ഫുൾ ടൈം ഉണ്ടായിരുന്നു. ഒരു മൊമെന്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ജോലിയായി. ആ സമയത്ത് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഓഡീഷൻസും കൊച്ചിയിൽ വരുന്നു, അവിടെ പോകണം ഇവിടെ പോകണം, എല്ലാ പരിപാടിയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരു സമയം കഴിഞ്ഞപ്പം വിചാരിച്ചു ഇനി മൊത്തത്തിൽ നമുക്ക് ഇറങ്ങാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജോലി റിസൈൻ ഒരു മൊമെന്റിൽ ഇറങ്ങി. പിന്നെ അങ്ങോട്ട് ജോലിയില്ല, ഒരു പരിപാടിയില്ല. നമ്മൾ നോർമലി സിനിമയ്ക്ക് മാത്രമായി ട്രൈ ചെയ്ത് കുറേ വർഷങ്ങളുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഷോർട്ട് ഫിലിംസ് ചെയ്തു, വെബ് സീരീസ് ചെയ്തു, മ്യൂസിക് വീഡിയോ ചെയ്തു, ഫൈനലി ഇപ്പം സിനിമകൾ ചെയ്തു. ആദ്യമായിട്ട് വന്നൊരു മ്യൂസിക് വീഡിയോ എന്ന് പറയുന്നത് നീ എന്ന് പറയുന്നത് മ്യൂസിക്കാണ്. അപ്പോ അക്ഷയ് എന്ന് പറയുന്ന ആളുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയത്. എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെട്ടത്? ഞാൻ ആദ്യം മൊബൈൽ ഷോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഒരു ബ്രദർ, ലൈക്ക് ഒരു പയ്യനുണ്ട്, അൻഷു എന്ന് പറഞ്ഞത്. അപ്പം ഇവർ വീടിനടുത്ത്, അപ്പം എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ പരിപാടിയാണ്, ചാൻസ് പരിപാടിക്ക് നോക്കി നടക്കുകയാണ്. അപ്പം ഇവനാണ് അക്ഷയന്റെ അടുത്തേക്ക് എന്നെ പരിചയപ്പെടുത്തിയത്. അപ്പം ഇങ്ങനെ ഒരു മച്ചാനുണ്ട് എന്ന് പറഞ്ഞാൽ പരിചയപ്പെടുത്തി. അപ്പം ഞാൻ പോയി സംസാരിച്ചു. പിന്നെ നമുക്ക് പിന്നെ എന്ത് കിട്ടിയാലും നമ്മൾ ആ സമയത്ത് ചെയ്യാന്നുള്ളതാണല്ലോ. അങ്ങനെ ആ സമയത്ത് അതങ്ങ് ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ ഒരു എന്താ പറയാ ആ ഒരു മ്യൂസിക് വീഡിയോ വന്നതും. അത് ആ സമയത്ത് എനിക്കൊന്ന് സോഷ്യൽ മീഡിയ അത്ര വലിയ റീച്ച് ഒന്നും അല്ലാത്ത സമയത്താണ്. അപ്പൊ അത് നല്ല, ആ സമയത്തുമായിട്ടും അത് നല്ല റീച്ച്. എനിക്ക് അന്ന് അത് 1 മില്യൺ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നല്ല രീതിയിൽ റീച്ചായി. പിന്നെ ഞങ്ങൾ തമ്മിൽ സൗഹൃദം ആയി. ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ചാണ് ഫുൾ ടൈം പോയിക്കൊണ്ടിരിക്കുന്നത്. പല ജോലികൾ കോഴിക്കോട് ടൗണിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. സെയിൽസ്മാൻ ആയിട്ടും കാറ്ററിംഗ് ഒക്കെ ആയിട്ടും പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും സിനിമ എന്നൊരു പാഷൻ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോ ആ ഒരു സമയത്തെ അതൊരു സ്ട്രഗിൾ പീരീഡ് ആയിരുന്നല്ലോ. നമ്മുടെ കയ്യിൽ ഫിനാൻസ് ഇല്ല, പക്ഷേ നമ്മുടെ കയ്യിലൊരു ജോലിയുണ്ട്, പക്ഷെ നമ്മുടെ പാഷൻ വേറൊന്നാണ്. അപ്പൊ ആ അനുഭവിച്ച ആ സ്ട്രഗിള്. അതായത് സത്യം പറഞ്ഞാൽ പൈസ വേണം എന്നതാണ് മെയിൻ പരിപാടി. കാരണം പക്ഷെ എനിക്കറിയാം നമുക്ക് ആ ഒരു ഭയങ്കരമായിട്ട് ആ സിനിമ ചെയ്യണം, അല്ലെങ്കിൽ സിനിമ നടനാണെന്ന് ആഗ്രഹമുണ്ട്. അതൊക്കെ നമ്മൾ തരണം ചെയ്ത് മുമ്പോട്ട് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മളത് പോയിക്കൊണ്ടിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ ഞാനിപ്പോൾ എങ്ങനെയാ പോയത് എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. കാരണം പല ജോലികളെടുത്തു, പല കാര്യങ്ങളെടുത്തു. പിന്നെ സെയിൽസ് ജോബ് പരിപാടിയായിരുന്നു. ഞാൻ മൊബൈൽ ഷോപ്പിൽ ഞാൻ തുടങ്ങിയതൊക്കെ. അപ്പോൾ അതിനുശേഷം അവിടെ നിന്ന് ഇങ്ങനെ ഗ്രാജുവലി നമ്മൾ വളർന്നു, ഓരോരോ ട്രെയിനറായി, അതേപോലെ ടീം ലീഡറായി, അങ്ങനെ വന്ന സംഭവം. പക്ഷെ അപ്പോഴൊക്കെ നമുക്ക് ഉള്ളിൽ ഈ സിനിമയാണല്ലോ. അപ്പം അതിങ്ങനെ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുക. ഒരു മൊമെന്റിലാണ് ഞാനത് റിസൈൻ ചെയ്ത്. ശരിക്കും സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ഓൾവേസ് സ്ട്രഗിളാണ്. ശരിക്കുള്ള സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ഞാൻ ജോലി എല്ലാം കളഞ്ഞിട്ട് ഞാൻ സിനിമയ്ക്ക് വേണ്ടിയിട്ടൊരു ഇത്ര വർഷം, ഒരു 6-7 വർഷം, 6 അതിന് കൂടുതൽ വർഷങ്ങൾ ഞാൻ കൊച്ചിയിലേക്ക് വന്നു. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പണി അറിഞ്ഞത്. കാരണം 5 പൈസ വരുവാനില്ലല്ലോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്ങനെയാണ് മുമ്പോട്ട് പോവാന്നറിയില്ല. അപ്പൊ മറ്റേതാണെങ്കിൽ നമുക്ക് ജോലി, സൈഡിലൂടെ ജോലിയൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ആ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഓഡിഷൻ പോകുന്നുണ്ട്, അതൊക്കെ നടക്കും. പക്ഷെ തീരെ പൈസ ഇല്ലാതെ പോകുന്നൊരു അവസ്ഥയുണ്ട്. അത് ഇച്ചിരി ഭീകരമാണ്. അപ്പോഴാണ് നമ്മൾ ഓരോ ചെറിയ പരിപാടികളൊക്കെ പോകും, എന്തെങ്കിലുമൊക്കെ ജോലിക്കൊക്കെ പോകും. ഭയങ്കര ഫിനാൻഷ്യലി നമ്മൾ ഭയങ്കര
സിനിമ നടന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അയ്യോ സ്ട്രഗിൾ ഫേസിലാണെങ്കിൽ അൺസേക്കബിൾ ആണ്. പ്രത്യേകിച്ച് നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് അത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലല്ലോ. ഇപ്പൊ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ നമുക്കൊരു പൈസ തരുന്നൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ടോ? ഓക്കെ, എന്റെ അച്ഛനോട് ചോദിക്കാനാണ്. നമ്മുടെ വീട്ടിലേക്ക് എന്തെങ്കിലും കൊടുക്കാന്നല്ലാതെ. അപ്പോൾ അവരോടൊന്നും മീൻസ് അങ്ങനത്തെ ഒരു ഫാമിലി അല്ലല്ലോ ഞാൻ സാധാരണ ഫാമിലി വരുന്നോണ്ട് അതൊരു ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. പൈസ ഇല്ലാത്ത ജീവിതം. പൈസ ഇല്ലാതിരുന്ന സമയല്ലേ. അഭിനയമാണ് എന്റെ പാഷൻ എന്ന് നമുക്ക് തന്നെ തോന്നലുണ്ടാവുന്ന സമയം ഉണ്ടായിരുന്നല്ലോ. അതെങ്ങനെയായിരുന്നു ആ ഒരു അത് സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു മൊമെന്റിൽ അങ്ങനെ മനസ്സിലാക്കിയൊന്നുമല്ല. ഞാൻ എന്താ പറയുക, ഞാൻ ചെറുപ്പത്തിലേ നമ്മള് എന്നോട് ഇപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞത് എനിക്ക് നടനാവണമെന്ന് ചെറുപ്പത്തിലൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ അങ്ങനെ അത് ഗ്രാജുവലി ഇപ്പം ഞാൻ വളരുന്നതോടുകൂടി എൻ്റെ ആ ഒരു പാഷനും വളർന്നു, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങൾ വളർന്നു. അങ്ങനെയാണ് ഞാനൊരു ആക്ടർ എന്നതിലേക്ക് വന്നത്. അല്ലാതെ ഒരു പോയിന്റിൽ എനിക്ക് തോന്നിയതല്ലത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലും നാടകങ്ങളിലോ അല്ലെങ്കിൽ മോണോക്റ്റുകളിലൊക്കെ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്? ഉണ്ട് ഉണ്ട് ഉണ്ട്. ഞാൻ അതായത് സ്പോർട്സ് എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ ഫുൾ ആർട്ട് സൈഡ് ആയിരുന്നു. ഇതേമാതിരി നാടകങ്ങള്, മോണാക്ട് ഇതെന്നെ മെയിൻ പരി. പിന്നെ പാട്ടൊക്കെ പാടിയില്ല, എഴുതാനൊക്കെ. ലോക്ക്ഡൌൺ സമയത്താണ് യൂട്യൂബ് ചാനലുകളിലൂടെ ഒരു പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റിയ കുറെ കഥാപാത്രങ്ങൾ, വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി, കുറെ കമന്റ്സ് കിട്ടാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന നമുക്ക് സ്വയം തോന്നുന്ന ഒരു അഭിമാനമൊക്കെ അതെ. ഭയങ്കര കാരണം വെച്ചാൽ നമ്മള് സത്യം പറഞ്ഞ എനിക്ക് തോന്നുന്നു 2019 അത് ആ ഒരു ഷോർട്ട് വീഡിയോസ് ചെയ്തത്. കാരണം വെച്ചാൽ ഇപ്പൊ നമ്മൾ കാണുന്ന ഈ പോർട്രേറ്റ് വീഡിയോ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു കൺസെപ്റ്റ്, അങ്ങനത്തെ ഒരു പരിപാടികൾ കണ്ടന്റ് കൊണ്ടുവരുന്നത് നമ്മളാണ്. കുറച്ച് ടീം ഉണ്ടായിരുന്നു. നമ്മളാണ് ആദ്യമായിട്ട് അങ്ങനെ പ്രസന്റ് ചെയ്യുന്നത്. അതും നല്ല ക്വാളിറ്റിയിൽ മ്യൂസിക്കും എല്ലാം വലിയ സെറ്റപ്പ് പരിപാടിയായിട്ട് നമ്മൾ ഇറക്കിയത് ആദ്യമായിട്ട് നമ്മളാ കൊണ്ടുവന്നത്. ഇപ്പൊ അത് ഭയങ്കര എല്ലാവരും ചെയ്യുന്ന പരിപാടിയായിട്ട് മാറി. അപ്പൊ അതിൽ ഭയങ്കര സന്തോഷമാണ് ആ സമയത്ത്. കാരണം ഇങ്ങനത്തെ വീഡിയോസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് റീച്ചായി. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാനൊരു 2 വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് റീച്ചായി. അപ്പൊ പുറത്തുനിന്ന് ആൾ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി. കലിപ്പന്റെ കാന്താരി എന്ന് പറഞ്ഞു. അത് നമ്മളൊരു കണ്ടന്റ് പരിപാടി, നമ്മളൊരു 4 പേരുണ്ടായിരുന്നു. അതൊക്കെ അവിടുന്ന് അതെ 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 ചീത്തറിയും. അതെ 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 അതെ. അപ്പൊ അങ്ങനൊക്കെ കുറെ കമന്റ്സ് വരുമ്പോൾ നമുക്ക് വ്യക്തിപരമായിട്ട് നമുക്ക് എന്താ തോന്നുക? സന്തോഷാണോ? സന്തോഷം ഉറപ്പല്ലേ. കാരണം വെച്ചാല് ഇപ്പം ഞാൻ പറഞ്ഞാല് നമ്മളിപ്പം ഞാൻ ഈ കോഴിക്കോട് മൂലക്കിരുന്നിട്ട് നിന്ന സമയത്ത് നമ്മൾ ആർക്കും അറിയില്ല. അപ്പൊ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. അതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ സന്തോഷം. ഞാനൊക്കെ പല സമയങ്ങളിൽ ഇപ്പം ഡിപ്രസ്ഡ് ആവുന്ന സമയത്ത് ഞാൻ എന്താ പറയാ ചുമ്മാ ഇറങ്ങി നടക്കും, ലുലു മാളിലൊക്കെ പോകും. അപ്പൊ നമ്മൾ കുറച്ച് പേര് നമ്മളോട് റെക്കഗ്നൈസ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുക്കാൻ വരുമ്പോൾ നമ്മൾ ഓക്കെ, നമ്മളെല്ലാവർക്കും അറിയാലോ, സുപരിചിതമായല്ലോ എന്ന് തോന്നും. അപ്പൊ അത് നല്ലൊരു സംഭവമാണ്. ഫ്രീഡം ഫൈറ്റിലെ വേഷം, ആ ഒരു സിനിമയിലെ വേഷം, അതൊരു ആന്തോളജി ഫിലിം ആയിരുന്നു. അതിനകത്തെ നിസ്സഹായനായിട്ടുള്ള ഒരു പണിക്കാരന്റെ ഒരു വേഷമാണ്. അപ്പം ആ ഒരു കഥാപാത്രം എനിക്ക് തോന്നുന്നു ആ സിനിമ കണ്ടിട്ടുള്ള എല്ലാവരും മറക്കാൻ ഇടയില്ലാത്തൊരു വേഷമായിരുന്നു ആ ഒരു വേഷം. അപ്പോ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും ഒരു പ്രസക്തി ഉണ്ടെന്ന് അറിഞ്ഞിട്ടായിരുന്നു അങ്ങനെ അഭിനയിച്ചത്? അല്ല, എനിക്കതിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. അല്ല, ഞാനത് ചെയ്യുമ്പോൾ എനിക്ക് അതിന്റെ പരിപാടി എന്താന്ന് പോലും അറിയില്ലായിരുന്നു. ഞാനത് സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചുള്ള ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ സമയത്ത് ഷോർട്ട് ഫിലിംസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാം റോം കോം ആയിരുന്നു, റൊമാൻറ്റിക് കോമഡി ആയിട്ടുള്ള ഷോർട്ട് ഫിലിംസ് ആണെങ്കിലും ഷോർട്സ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇങ്ങനൊരു സംഭവം വന്നു, എനിക്ക് അറിയില്ല. ഞാൻ പിന്നെ അത് ഒക്കെ ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അത് എന്താണുള്ളത്, അതിന്റെ ഉള്ളിലുള്ള കണ്ടന്റ് എന്താണെന്നും അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ അത് സംസാരിച്ചത് എന്താണെന്നുള്ള പറ്റിയിട്ട് പിന്നീടാണ് എനിക്കിത് മനസ്സിലായത്. കാരണം ഞാൻ അന്നേ വരെ അങ്ങനത്തെ സിനിമകളൊന്നും, ഞാൻ എപ്പോഴും ഒരു കൊമേഴ്ഷ്യൽ ആക്ടർ ആവണം എന്ന്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇപ്പം 4 ഫൈറ്റ്, 2 ഡാൻസ്, കുറച്ച് റൊമാൻസ്, കുറച്ച് ഹ്യൂമർ, ഇതൊക്കെയാണ് എന്റെ മൈൻഡിലായിരുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു പരിപാടി വന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഇത് വേറൊരു പരിപാടിയാണല്ലോ എന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ അതിന് ആളുകൾ അതിന് കിട്ടിയ റെക്കഗ്നൈഷൻ, അപ്പം ആ ഒരു പടത്തിന്റെ അപ്പൊ നമ്മളൊരു 5 പടം ഉണ്ടായിരുന്നു ആന്തോളജി. അപ്പൊ നമ്മൾ ആ പടത്തിന് വേണ്ടി സംസാരിച്ചത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട്. ഇപ്പം തമിഴിലൊക്കെ ഒരു പരിയേരും പെരുമാൾ എന്ന് പറഞ്ഞൊരു പടം, അപ്പൊ അതിനെ വെച്ചിട്ടൊക്കെയാണ് അവര് ആ ഒരു സബ്ജക്ട് വെച്ചിട്ടൊക്കെയാണ് അത് കമ്പയർ ചെയ്തത്. കർണൻ, തമിഴിലെ കർണൻ, എന്റെ ഇടയ്ക്ക് പോസ്റ്റ് ഒക്കെ വന്നു, മറ്റേ ധനുഷിന്റെ ഫോട്ടോ, എന്റെ ഫോട്ടോ, മറ്റേ ഖത്തറിന്റെ ഫോട്ടോ ഒക്കെ. അതൊക്കെയാണ് നമ്മളിങ്ങനെ ഓക്കേ സന്തോഷം. ഞാനങ്ങനെ പോസ്റ്റ് ചെയ്ത് നല്ല രസമായിരുന്നു. അതൊക്കെ അങ്ങനത്തെ ഒരു ആ ഒരു സിനിമ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്ത വിഷയം ഭയങ്കര സീരിയസ് വിഷയമായിരുന്നു. അപ്പൊ അത് ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ആ ഒരു സിനിമയിലെ ആ ഒരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമ്മളിപ്പോ 2025 എത്തി പറഞ്ഞാലും ഇന്നും അതൊരു പ്രസക്തിയുള്ള ഒരു കാര്യം തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു വിഷയം സംസാരിക്കുക എന്ന് പറഞ്ഞാലും
ഇതൊക്കെ കണ്ടിട്ട് വീട്ടിൽ നിന്ന് എന്താണ് അഭിപ്രായം? അല്ല, വീട്ടിൽ നിന്ന് നല്ല അഭിപ്രായമാണ്, എല്ലാവർക്കും സന്തോഷം. കാരണം നമ്മൾ ഇപ്പം പണ്ടത്തേന്ന് നമ്മൾ ഒരുപാട് മാറി എന്ന് പറയുമ്പോൾ തന്നെ അത് സന്തോഷമുള്ള കാര്യമാണ്. ഉം. ആദ്യം ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ള വീട്ടുകാർക്ക് അറിയാം. ഇപ്പം ഞാൻ നിൽക്കുന്നുണ്ട്, ഇപ്പം അവരുടെ കൂടെ പുറത്തു പോവാണെങ്കിൽ പോലും ഉം. ആളുകൾ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുമ്പം ഇപ്പം ഇന്നലെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു കുഞ്ഞി അമ്പലമുണ്ട്, മാടക്കുനി എന്ന് പറഞ്ഞാൽ. അപ്പം അവിടെ ഇന്നലെ ഒരു ഉത്സവത്തിന് ഞാനാണ് അതിഥിയായിട്ട് പോയത്. അപ്പം അച്ഛനും അമ്മയും അവിടെ ഇരിക്കുന്നു. അപ്പോൾ എല്ലാവരും കാണുമ്പോൾ മീൻസ് ആ ഒരു മാറ്റം അവരെ സംബന്ധിച്ചോളം ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. സന്തോഷമാണ്. ആദ്യത്തെ സിനിമ തരംഗമായിരുന്നു, ടോവിനോ തോമസ് നായകനായ തരംഗം. ആ സിനിമയിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയായിരുന്നു? അക്ഷയ് അശോക് അക്ഷയ് അക്ഷയ് അശോക് അതെ അതെ, അക്ഷയ് അശോക് അതിൽ വർക്ക് ചെയ്യണ്ടായിരുന്നു. പിന്നെ അവരെല്ലാവരും ഫ്രണ്ട്സ് ആയിരുന്നു. ഇപ്പൊ അവരുടെ എന്റെ ഫ്രണ്ട്സുമാണ്. അങ്ങനെയാണ് ഞാൻ അതിലേക്ക് എത്തിപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് ഈ 2025 വരെയുള്ള ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് ചെറുതല്ല. അവിടെയും ഒരു സ്ട്രഗിൾ ഉണ്ട്. നമ്മള് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതായത് ഭയങ്കര സിനിമയിൽ ഇപ്പം ജസ്റ്റ് ഒരു സീൻ കാണിച്ചു, അല്ല സീനിൽ അഭിനയിച്ചു എന്ന് വെച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മള് സ്റ്റിൽ ഇപ്പോഴും ഞാൻ സ്ട്രഗിളാണ്. ഇപ്പോഴും നമ്മൾ ഇപ്പൊ ഈ രണ്ട് സ്ട്രഗിൾസ് ആണ്. കാരണം വെച്ചാൽ ഇപ്പോഴും ഞാൻ എല്ലാവരും രാവിലെ മുതൽ ഞാൻ വിളിക്കും, ചർച്ചയ്ക്കും. കാരണം അല്ലാതെ വേറെ വഴിയില്ല. കാരണം നമുക്ക് ഇപ്പൊ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ സിനിമയില്. ഇപ്പം എൻ്റെ ഏജ് കരിയറിൽ കുറെ ആളുകളുണ്ട്. അപ്പം നമ്മളിപ്പം ഈ പറഞ്ഞ 2 പടം നല്ല പടങ്ങൾ ചെയ്യാൻ പറ്റി. ആ പടമൊക്കെ നല്ല ഹിറ്റായി. അപ്പം ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ എന്നെ കുറച്ചും കൂടി ആളുകളിലേക്ക് സിനിമയിലെ ആളുകളിലേക്ക് എത്തിപ്പെടുന്നത്. ഇപ്പോഴും സ്ട്രഗിൾ തന്നെയാണ്. ആ സമയത്ത് ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. ഇപ്പൊ സ്ട്രഗിൾ ഇച്ചിരി കുറഞ്ഞെങ്കിൽ ഇപ്പോഴും നല്ല സ്ട്രഗിൾ ഉണ്ട്. ഇപ്പോഴും ചാൻസുകൾ അതെ അതെ, പിന്നെ ചാൻസ് ഉറപ്പല്ലേ. കാരണം നമ്മള് ചാൻസ് ചോദിക്കാതൊന്നും കിട്ടൂല ഇപ്പത്തെ ഒരു സിറ്റുവേഷനില്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളിപ്പം ഇതേമാതിരി ഹിറ്റ് പണ്ട് ചെയ്താണ് പെട്ടെന്ന് കിട്ടിയിരുന്നു. അന്ന് ആളുകൾ കുറയും. ഇപ്പം ഒരുപാട് എല്ലാവരും സിനിമയിൽ അഭിനയിക്കാൻ നടക്കുന്ന ആളുകളല്ലേ. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട്, തുടക്കകാലത്ത്, അതായത് കരിയറിന്റെ തുടക്കം കാലത്ത് സിനിമയിലേക്കൊക്കെ വരുന്നതിന് മുന്നെയാണ് തോന്നുന്നു കുറെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ്? അല്ല, അത് എല്ലാവർക്കും, ഇപ്പം എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യമൊക്കെ തന്നെയാണത്. കാരണം നമ്മളിപ്പം ചില സമയങ്ങളിൽ ഇപ്പം ഓഡീഷൻസ് എന്താണ്ട് ഒരു സമയത്ത് ഈ ഓഡീഷൻ എന്ന് പറയുന്ന കാര്യം ഭയങ്കരമായിട്ടൊരു കുറെ കാശ് മേടിച്ചിട്ട് ഇപ്പം ഇല്ല കേട്ടോ. ഇപ്പം ഇല്ല, ഇപ്പം വളരെ കുറവാണ്. പക്ഷെ ഒരു സമയത്ത് വളരെ എല്ലാ ഓഡീഷൻസിനും രജിസ്ട്രേഷൻ ഫീ ഇത്ര കാശ് 300 500 എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമുക്ക് ഇതിലൊക്കെ കൊണ്ടിട്ട് കുറെ കാശ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ പോയിട്ട്. പിന്നെ ചില സിനിമകളിലേക്ക് പൈസ ചോദിച്ചിട്ട് മീൻസ് ഇത് കോസ്റ്റ്യൂമിന് ഇത്ര പൈസ വേണം എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ നമ്മൾ ഇത് എല്ലാവരും, ഇപ്പം എനിക്ക് മാത്രമല്ല, എനിക്ക് സിനിമയിൽ ഇപ്പം സ്ട്രഗിളായി അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇപ്പം നടനായിട്ടുള്ള പലരും ഇതൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. അത് ആദ്യം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരുടെ ലൈഫിലുള്ള പിന്നീട് ശീലമായപ്പോ പിന്നെ മനസ്സിലായി. പിന്നെ ആ പരിപാടി നിർത്തി. ഏറ്റവും എനിക്ക് തോന്നുന്നു ആന്തോളജി ഫിലിം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രേഖയിലെ കഥാപാത്രമാണ് കുറച്ചും കൂടി ആളുകൾ കണ്ടത്. അതിന് കാരണം അതിനകത്ത് വിൻസി അലോഷ്യസിന് അവാർഡ് കിട്ടിക്കഴിഞ്ഞ ശേഷമാണ് എല്ലാവരും അത് കാണാൻ തുടങ്ങിയത്. ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രം. അപ്പോ ആ ഒരു കഥാപാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്തപ്പോ ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് ചെയ്തതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ റൊമാൻറ്റിക് ചെയ്യാൻ താല്പര്യപ്പെട്ടിരുന്ന ഒരു നടൻ പെട്ടെന്ന് ഒരു നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യുമ്പോൾ ഉണ്ടായ മാറ്റം. അതായത് ഇപ്പം സത്യം പറഞ്ഞ ഫ്രീഡം ഫൈറ്റ് ചെയ്തത് ജിതിൻ ഐസക് തോമസ് എന്ന ഡയറക്ടറാണ്. ജിതിൻ തന്നെയാണ് രേഖയും ചെയ്തത്. അപ്പം ആ ഒരു ചേഞ്ച് എന്നെ സംബന്ധിച്ചോളം എനിക്കും ഈ ഒരു റോംകോം സംഭവം മാറണമെന്നുണ്ടായിരുന്നു. എല്ലാവരും റോംകോം എന്ന് പറയുന്നു, അപ്പൊ അത് മാറണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് രേഖ വന്നപ്പോൾ ജിതിനും കോൺഫിഡന്റ് ആയിരുന്നു ചെയ്യുന്നുള്ളത്. അവനും ഓക്കെ ആയിരുന്നു ഞാൻ ചെയ്യുന്നുള്ളത്. അപ്പൊ അങ്ങനെ അത് ചെയ്ത സമയത്ത് എല്ലാവർക്കും വർക്കായി എന്ന് പറഞ്ഞു. പിന്നെ വിൻസിക്ക് ഒബ്വിയസ്ലി അവാർഡ് കിട്ടി. അപ്പൊ അതൊക്കെ ഭയങ്കരമായിട്ട് എനിക്കും ഭയങ്കര ഗുണമുണ്ടായി, സിനിമയ്ക്കും ഭയങ്കര ഗുണമുണ്ടായി. പിന്നെ അത് കാർത്തിക് സുബ്രാജ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പം നല്ല ബാനേഴ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റി. പിന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിൽ ആണത് വന്നേക്കണം. അപ്പം ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചോളം മറ്റേ ലോട്ടറി ബോണസ് പരിപാടിയൊക്കെയാണ്. പിന്നെ ക്യാരക്ടർ ഭയങ്കര ക്യാരക്ടർ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്ത സിനിമകളിൽ ഏറ്റവും ഞാൻ മീൻസ് ഫുൾ ലെങ്ത് ചെയ്തൊരു പടം അതാണ്, രേഖയാണ്. അപ്പൊ രേഖയിലെ പെർഫോമൻസ് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ പടം അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നുള്ളൊരു തിയേറ്ററിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. പിന്നീട് അത് ശ്രദ്ധിക്കപ്പെട്ടു. പക്ഷെ OTT വന്നപ്പോൾ എല്ലാവരും അവാർഡ് കിട്ടിയ ശേഷമാണ് അത് കൂടുതലായിട്ട് അറിഞ്ഞത്. ഇപ്പൊ എനിക്കൊന്നും ഇപ്പൊ രേഖാ ചിത്രത്തിലേക്ക് ഞാൻ വന്നതും സത്യം പറഞ്ഞാൽ രേഖയുടെ ഒരു എഫക്റ്റിലാണ് ഞാൻ രേഖാ ചിത്രത്തിലേക്ക് വന്നത്. അപ്പൊ ഇത്രയും വർഷം എടുത്തത് അങ്ങനെയാണ്. അതെ അതെ അതെ, രേഖയും രേഖാചിത്രവും രണ്ടും രേഖയാണ്. രേഖയിലാ ഭാഗ്യം തോന്നുന്നു. അത് അറിയില്ല കേട്ടോ. ഞാൻ ജോഫിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ജോഫിൻ രേഖ തന്നെ ആയിരുന്നു. ഞാൻ പറഞ്ഞു 2 രേഖയാണല്ലോ. ഞാനൊരു സ്ഥലത്ത് രേഖയിൽ ഭയങ്കര ഭാഗ്യം തോന്നുന്നു.
രേഖാചിത്രത്തിലെ നെഗറ്റീവ് കഥാപാത്രമാണ്, നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രമാണ്. അതിനകത്ത് മനോജ് കെ ജയന്റെ ചെറുപ്പമായിട്ടാണ് അഭിനയിക്കുന്നത്. കൂട്ടത്തില് ഏറ്റവും കഴിവുള്ള താരങ്ങളും അനശ്വരരാജനും സെറിൻ പോലെയുള്ള കഥാപാത്രങ്ങളൊക്കെയാണ് അഭിനയിച്ചത്. അവരോടൊപ്പം ഉണ്ടായിരുന്ന ഒരു അനുഭവം, ഇപ്പം അനശ്വരയാണെങ്കിലും ഇന്ന് കത്തി നിൽക്കുന്ന ഒരു സ്റ്റാറാണ്, സെറിനാണെങ്കിലും അതുപോലെ തന്നെയാണ്. കുറച്ചധികം സിനിമകൾ ചെയ്തിട്ട്, രണ്ട് മൂന്ന് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ തമ്മിലുള്ള ഒരു കോംബോ, നിങ്ങൾ മൂന്നുപേരും തമ്മിലുള്ള ഒരു അതായത് സത്യം പറഞ്ഞാൽ ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഇത് വലിയൊരു സെറ്റാണ്. ഞാൻ ഇത്രയും വലിയ സെറ്റുകളിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് വലിയ സെറ്റാണ്. പക്ഷെ അവിടെ നമ്മൾ പോയി കഴിയുമ്പോൾ എല്ലാവരും ഭയങ്കര ജെല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പം എല്ലാവരും എനിക്കൊന്നും ഇപ്പം വന്നു കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ ജാടപ്പരിയോട് ആർക്കുപ്പില്ല, എല്ലാവരും ഭയങ്കര മിങ്കിൾ. അപ്പം ഞാൻ വന്ന സമയത്ത് തന്നെ ഭയങ്കര മിങ്കിളായിരുന്നു. അപ്പം നമുക്ക് അത് പെർഫോമൻസിലും ഭയങ്കര ഗുണം ചെയ്തു. ഇപ്പം സെറീനാണെങ്കിലും സെറീനും ഞാനും ഒരു ആദ്യം കാണുന്ന ഒരു ഫീലൊന്നും ഇല്ലായിരുന്നു. സെറീന്റെ പടങ്ങൾ, സെറീൻ ചെയ്ത പടങ്ങൾ ഇത്ര പടങ്ങളിലാണ് സെറിന്റെ പെർഫോമൻസ് ഭയങ്കര ഗംഭീരമായിരുന്നു. അപ്പം എനിക്കാണെങ്കിലും അങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ആക്ട്രസ് അല്ലെ ആക്ടർ അവര് അഭിനയിക്കുമ്പോഴാണ് നമുക്കും തിരിച്ചിട്ട് ഒരു സാധനം. അപ്പം ജെറിൻ അവിടെ ലിവ് ചെയ്യുമ്പോൾ ആ ക്യാരക്ടർ അവള് ചെയ്യുന്നത് ഭയങ്കര ഇന്റൻസ് ആയിട്ടായിരുന്നു. കാരണം ഇതില് ശരിക്കും പറഞ്ഞാൽ വക്കച്ചൻ പാവാണ്. ഞാൻ വില്ലനല്ല. എനിക്ക് ആ പുഷ്പം എന്ന് പറഞ്ഞപ്പോ സെറിൻ ചെയ്ത ക്യാരക്ടറിനോടുള്ള ഒരു ഇഷ്ടക്കൂടുതലാണ് ഇയാളെ കൊണ്ട് തെറ്റിട്ട്. ഇയാൾ ചെറിയ ചെറിയ കള്ളങ്ങൾ പറഞ്ഞു ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പം ആ ക്യാരക്ടർ സെറിന്റെ ഒരു സെറിൻ ഭയങ്കരമായിട്ട് ഇന്റൻസ് ആയിട്ട് അത് ചെയ്തു. അതുകൊണ്ടാണ് എനിക്ക് അത് ഓപ്പോസിറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ നമ്മൾ ഭയങ്കര കൂളായിരുന്നു എല്ലാവരും. അങ്ങനെ ഒരു എല്ലാവരും ഇപ്പം ഇവൻ ആസിഫ് പോലും, ഞാൻ മനോജയുടെ ഒരു കോമ്പിനേഷൻ ഇല്ല, ആസിഫിക്കായിട്ട് കോമ്പിനേഷൻ ഇല്ല. പക്ഷെ ഞാൻ സെറ്റിൽ കണ്ട സമയത്താണെങ്കിലും നമ്മൾ ഭയങ്കര സംസാരിക്കുമ്പോൾ തന്നെ നമ്മളൊരു ഫസ്റ്റ് കാണുന്നൊരു ആളെ ഫീലൊന്നും ഇല്ലായിരുന്നു അവിടെ ആർക്കും ഇല്ല. എല്ലാവരും ഭയങ്കര ആടവാട എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന ഒരു സെറ്റായിരുന്നു. ഇതിനെ കുറിച്ച് ആ സിനിമയിൽ തന്നെ ഫ്ലാഷ് ബാക്കിൽ പറയുന്ന തയ്ക്കുന്ന ഒരു ചേട്ടൻ, തുന്നൽക്കാരൻ, സിനിമ സെറ്റിൽ വരുന്ന ചേട്ടൻ എനിക്കറിയാം, ഞങ്ങൾ ഒരുമിച്ചിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും അഭിനയിക്കാൻ പറ്റി, അല്ലെങ്കിൽ ആർക്കും ഒരു ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ആട്ടം കഴിഞ്ഞിരിക്കുന്ന ഒരു കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഫിലിമിലേക്ക് വരുന്നത്. ആ സിനിമ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ആട്ടം കിട്ടില്ല പടമായിരുന്നു. അപ്പം സെറിന്റെ പെർഫോമൻസ് ആയതിൽ അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു സെറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടി സത്യം പറഞ്ഞ. കാരണം ആട്ടത്തിലെ പെർഫോമൻസ് അത്രയും ഗംഭീരമായിരുന്നു. അപ്പം എന്നോട് ജോഫിൻ പറഞ്ഞ സെറിൻ എന്ന് പറഞ്ഞ ആളെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓക്കെ ആവും സെറിൻ. ഇപ്പം നമ്മളെ സംബന്ധിച്ചോളം നല്ല ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ, ആക്ടേഴ്സിന്റെ അഭിനയിക്കുമ്പോഴേ നമുക്ക് നമ്മളെ പെർഫോമൻസ് കുറച്ച് ബെറ്റർ ആക്കിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ ഉറപ്പായിട്ടും. അപ്പം അത് ചില സിനിമകളിൽ ഇപ്പം വിൻസിയുടെ കൂടെ, ഇപ്പം വിൻസി രേഖയെ ഞാൻ അടിപൊളിയായിട്ട് ചെയ്തത് അതിൽ മെയിൻ കാരണം വിൻസിയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പം അതിൽ സെറീനാണെങ്കിലും ഗംഭീരമായിട്ട് ചെയ്തു. അപ്പൊ അത് എനിക്ക് തിരിച്ച് ചെയ്യാനും പറ്റിയെന്നാണ് എന്റെ വിശ്വാസം. നമ്മുടെ രേഖാചിത്രത്തിലെ മനോജ് കെ ജയനുമായിട്ടുള്ള ഒരു സാദൃശ്യം അതെല്ലാരും പറയുന്നുണ്ടായിരുന്നു. സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോ മനോജ് കെ ജയൻ തന്നെ വിളിച്ച് സംസാരിച്ചു എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു അപ്രിസിയേഷൻ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഫോൺ കോൾ വന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോ നമുക്ക് തന്നെ ഒരു പ്രൗഡ് ഉണ്ടാകും. ഒരു അറിയാതെ ആണെങ്കിൽ പോലും അങ്ങനെ ഒരു സാദൃശ്യം വന്നു. അപ്പോ കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നോ, അല്ലെങ്കിൽ കുറച്ചും കൂടി അറിഞ്ഞ് അഭിനയിക്കാമായിരുന്നോ, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ അങ്ങനൊന്നും ചിന്തിച്ചിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ അടുത്ത പരിപാടി ഇപ്പൊ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഞാനൊരു ഡയറക്ടർ ആക്ടർ ആവണം എന്നാണ് എപ്പോഴും ആഗ്രഹിക്കുക. ഇപ്പൊ ഡയറക്ടർക്ക് എന്തോ ഓക്കെ ആണോ അങ്ങനെ ചെയ്യണം എന്നാണ് വിചാരിക്കണേ. അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല മനോജ് ചേട്ടന്റെ ഇത് സെയിം ലുക്ക് എനിക്ക് ഉണ്ടെന്നു. പക്ഷെ എനിക്കൊന്ന് ഡയറക്ടേഴ്സിന് അത് കിട്ടിയിട്ടുണ്ടോന്ന് തോന്നുന്നു. അപ്പം സോറി നമ്മുടെ ജോഫിക്ക് അത് കിട്ടിയെന്ന് തോന്നുന്നു. അപ്പം ഞാൻ പെർഫോം ചെയ്തു. ജോഫി ഇപ്പം ഇങ്ങനെയാണ് അപ്പൊ പക്കച്ചൻ എങ്ങനെയാണെന്നുള്ള പറഞ്ഞു തന്നു. അപ്പൊ നമ്മളത് പെർഫോം ചെയ്യുന്നു, ഓക്കെയാണ്, സെറ്റാണ്. പക്ഷെ പടം ഇറങ്ങിയപ്പോ ഇതിന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ഇവിടുന്ന് ഒരു കട്ട് പോയി നേരെ അപ്പുറത്തെത്തുമ്പോൾ മനോജാന്റെ അടുത്ത് എത്തുമ്പോഴാണ് ശരിക്കും നമ്മൾ തമ്മിലുള്ളൊരു ലുക്സും അതേമാതിരി തന്നെ പെർഫോമൻസിലും ഉള്ളൊരു ആ ഒരു പരിപാടികൾ ഭയങ്കര മാച്ച് ആയിട്ട് വന്നു എന്നുള്ളത്. അപ്പം കുറെ പേര് വിളിച്ചു, കുറെ പേര് സംസാരിച്ചു. അപ്പോഴാണ് അപ്പം ആസിക്കും എൻ്റെ അടുത്ത് പറഞ്ഞു ഭയങ്കര അടിപൊളി, മീൻസ് ഭയങ്കരമായിട്ട് നിങ്ങളെ ക്യാരക്ടർ ഭയങ്കര ഒരാളായി ഫീൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര അപ്പോഴാണ് ഞാൻ ഇത് എനിക്ക് കിട്ടുന്നത്. അപ്പൊ ഞാൻ മനോജേട്ടൻ്റെ നമ്പർ എൻ്റെ ഇല്ലേ, ഞാൻ മെസ്സേജ് അയച്ചു. മനോട്ട് അപ്പം തന്നെ വിളിച്ചു. മേഡം പറഞ്ഞു നമ്മൾ തമ്മിൽ കാണാൻ ഒരേപോലെ ഉണ്ടെന്ന് കുറെ പേര് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ്. അപ്പം കുട്ടൻ തമ്പുരാനെ പോലെ ഉണ്ടെന്നൊക്കെ ഇത് പറഞ്ഞു. അപ്പോൾ അത് കേട്ടോ നമുക്ക് ഭയങ്കര അപ്രിസിയേഷൻ ആണ്. ഒരു ആക്ടർ അങ്ങനെ പറയാന്ന് മനോജേട്ടൻ എന്ന് പറയുമ്പോൾ എന്തോരം നമ്മൾ ഞാനൊക്കെ ചെറുപ്പം മുതലേ ഇവരെ ആനയുടെ പടമൊക്കെ കണ്ട്, ആനയുടെ സിനിമയൊക്കെ മനോജേട്ടനെ കണ്ട ആ സമയം. പിന്നെ അപ്പം ഭയങ്കര സന്തോഷം അങ്ങനെയൊക്കെ കിട്ടിയാലും കാര്യങ്ങൾ. അപ്പോ രേഖാചിത്രത്തിൽ തന്നെ അതിനകത്ത്
നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മളങ്ങ് മാറുകയാണ്. നമുക്ക് അതിനു വേണ്ടി നമ്മളൊരു ക്രൂരത ചെയ്യാണ്. ഒരു കുട്ടീനെ, ഒരു പെൺകുട്ടീനെ നമ്മൾ കൊല്ലാണ്. അങ്ങനെയൊക്കെ ചെയ്യുമ്പം അയ്യോ! അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചിരുന്നോ? സാധാരണ ഒരു പുതിയ ഒരു ആർട്ടിസ്റ്റ് ആണ്. അപ്പം അയ്യോ എന്നൊരു തോന്നല് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ലല്ല, സിനിമയല്ലേ, സിനിമയാണ്. അൾട്ടിമേറ്റ്ലി സിനിമയാണല്ലോ. അപ്പം നമ്മൾ ഒരിക്കലും സിനിമയും റിയൽ ലൈഫും വെച്ചിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സിനിമയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, അത് ആ സ്ക്രിപ്റ്റിന് ആവശ്യമുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ, അല്ലാതെ അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടൊന്നുമില്ല. പിന്നെ കേട്ടു രേഖാചിത്രത്തില് മീശ പഠിക്കണായിരുന്നു. അതെ അതെ അതേ സമയത്ത് തന്നെയാണ് ഓഫീസർ ഓൺ അതെ. ഡ്യൂട്ടിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്നത്. അപ്പം അവിടെ മീശ വേണമായിരുന്നു, ഇവിടെ മീശ വേണ്ട. പക്ഷെ രണ്ടും കൂടി വന്നു കഴിഞ്ഞപ്പം ഓഫീസർ ഓൺ ഡ്യൂട്ടിന്റെ പ്രവർത്തകർ പറഞ്ഞു, അതെ എന്നാ പിന്നെ നീ മീശ ഇല്ലാത്ത പോലീസുകാരനായിട്ട് അതെ അതെ അഭിനയിക്കാൻ അതെ 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 അതെ. ഒരു സിനിമേന്റെ ആൾക്കാർ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് രണ്ട് സിനിമകളും ഉറപ്പായിട്ടും. കുറെ സമയം ചെയ്യാൻ പറ്റിയത്. അപ്പോ എന്താണ് അതിനെ കുറിച്ച്? അല്ല, ഇതിപ്പോ ഉത്തരൊക്കെ പറഞ്ഞല്ലോ. ചോദ്യം ഉത്തരം എല്ലാം പറഞ്ഞു. അല്ല, അത് സത്യം പറഞ്ഞാൽ അങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് രണ്ട് സിനിമയും ചെയ്യാൻ പറ്റിയത്. കാരണം ഇതിലെ ക്യാരക്ടർ ഒരു മറ്റേ പള്ളിയിലച്ഛൻ, അങ്ങനത്തെ ഒരു പള്ളിയച്ഛൻ പഠിക്കുന്ന ഒരു പയ്യനായിട്ടാണ്. ഇപ്പുറത്തെ പോലീസുകാരനാണ്. രണ്ടും എക്സ്ട്രീംലി ഡിഫറെന്റ് ഉള്ള ക്യാരക്ടേഴ്സ്. അപ്പം ഇവരടുത്ത് പറഞ്ഞപ്പം ഇവിടുന്ന് ഷാജിക്കും ജിത്തു ചേട്ടനും, ഷാഹിദ് കബീർ, ജിത്തു ചേട്ടനും, ജിത്തു അഷ്റഫ് നമ്മളെ ഡയറക്ടർ ഇവിടെ കുഴപ്പമില്ലടാ. ഷാഹിദ് ഓൾറെഡി പോലീസുകാരനായിരുന്നു, പുള്ളിക്ക് മീശ ഇല്ലായിരുന്നു. പക്ഷെ പറഞ്ഞു കുഴപ്പമില്ല, എനിക്ക് മീശ ഒന്നും ഇല്ലായിരുന്നു. അപ്പം നീ എങ്ങനെ പഠിച്ചോ അവിടെ. പിന്നെ അവരെ സംബന്ധിച്ചോളം അവർ സിനിമ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് കാണുന്ന, ഭയങ്കര സീരിയസ് ആയിട്ട് കാണുന്ന ഒരു ക്രൂ ആണ് മാർട്ടിൻ ചേട്ടൻ. അപ്പം അവർ പറഞ്ഞ അവിടെ ഒരു റോള് കിട്ടിയത് പോക്കരുത്, കാരണം ഒരു ക്യാരക്ടർ കിട്ടിയ അത് കളഞ്ഞേ. അപ്പം അവർ പറഞ്ഞ അത് അവർക്ക് ഇമ്പോർട്ടന്റ്, എനിക്ക് ആ റോള് ചെയ്യിക്കണം എന്ന് അവർക്ക് ഇമ്പോർട്ടന്റ് ഉണ്ടായിരുന്നു. കാരണം സിനിമയാണ്, പിന്നെ റോള് കിട്ടൂല. അപ്പൊ അവരെന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എനിക്ക് ആ റോള് ചെയ്യാൻ പറ്റി. ഭാഗ്യത്തിന് ആ പടം ഹിറ്റായി, ഈ പടം ഹിറ്റായി. ശരിക്കും ഒരു താങ്ക്സ് രണ്ടാൾക്കും. പിന്നെ അത് ഞാൻ എപ്പോ തന്നെ പറഞ്ഞു, രണ്ടുപേരെടുത്തും വിളിച്ചു പറഞ്ഞായിരുന്നു. ലാസ്റ്റ് ഇറങ്ങിയ പടം ഓഫീസർ ഓൺ ഡ്യൂട്ടി. അവസരം കൂട്ടി. ഓക്കെ, അതിനു മുമ്പ് എനിക്കൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, രേഖാചിത്രത്തില് പ്രൊമോഷന്റെ ഇടയ്ക്ക് ഇവിടെ ആസിഫ് അലി പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. ഒരാൾ ചോദിച്ചു കഴിഞ്ഞപ്പം, അതായത് ഒരാൾ പറയാണ് ഷോർട്ട് ഫിലിം ആക്ടർ എന്ന് പറഞ്ഞപ്പോ, നിങ്ങൾ രേഖാചിത്രം ഇറങ്ങി കഴിയുമ്പോൾ നിങ്ങൾ ഇനി ഇവനെ അറിയാൻ പോകുന്നത് ഇതിലൂടെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട്, ആ ഒരു സമയത്ത് നമ്മളെ അവർ ആരാധിക്കുന്ന ഒരു നടൻ, ആ ഒരു നടൻ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് പറയാണ്. അപ്പൊ ആ ഒരു നിമിഷത്തില് നമുക്ക് അയ്യോ, അത് ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു. കാരണം ഞാൻ ബേസിക്കലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആസിഖിനെ, ഭയങ്കര ഫാനാണ് ആസിഖിന്റെ. അപ്പം ആസിക്ക, അപ്പം എനിക്കാണെങ്കിലും അങ്ങനെ ഒരു, ഇപ്പം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ നമുക്ക് തരുന്ന ഒരു ബൂസ്റ്റ് ഉണ്ടല്ലോ. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഒരു ബൂസ്റ്റ് കിട്ടിയാലേ ഒരാൾ സപ്പോർട്ട് ചെയ്ത ആളെ ഒരാൾക്ക് മുമ്പോട്ട് വരാനൊക്കെ പറ്റുള്ളൂ. അപ്പം ഞാനൊട്ടും പ്രതീക്ഷിക്കാതെയാണ് ആസിക്ക അങ്ങനെ ഒരു വേർഡ് പറഞ്ഞത്. അപ്പൊ അത് എനിക്ക് ഓസ്കാർ കിട്ടിയൊരു ഫീൽ ആയിരുന്നു ഉറപ്പായിട്ടും. കാരണം നമ്മൾ അത്ര ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടറല്ല. അപ്പൊ ഞാനാണ് ആസിഖിനെ എത്ര വർഷമായിട്ട് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്നൊരു ഭയങ്കര ഇഷ്ടമുള്ള ഒരു മനുഷ്യനാണ് ആസിഖ. അപ്പൊ ആസിഖ എന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് അത് ഭയങ്കര മൊമെന്റ് ആയിരുന്നു. അത് ആ ഒരു എനിക്കൊന്ന് ആസിഖ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് പിന്നീട് എനിക്ക് കിട്ടുന്ന ഓരോരോ റീച്ചും അല്ലെങ്കിൽ ആൾ റെക്കഗ്നൈസ് ചെയ്യുന്നതും ആസിഖ അങ്ങനെ പറഞ്ഞുകൊണ്ടാ. എനിക്ക് തോന്നുന്നില്ല എല്ലാവരും അങ്ങനെ പറയുന്നു. വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ അങ്ങനെ ഒരാളെ സപ്പോർട്ട് ചെയ്തൊക്കെ പറയുള്ളൂ. ബാക്കി അറിയാലോ. അപ്പം അതൊരു ഭയങ്കര പ്രഷ്യസ് മൊമെന്റും ആണ്. പിന്നെ എനിക്ക് ഭയങ്കര എന്താ പറയുക, താങ്ക്സ് ടു ഗോഡ്, അല്ലെങ്കിൽ താങ്ക്സ് ടു ആസിഖ എല്ലാം. അപ്പൊ ആസിഫ് അലി തന്ന ഒരു കോൺഫിഡൻസ്, ആ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ പിന്നീട് എനിക്ക് തോന്നുന്നു നമുക്ക് ഏറ്റവും വലിയൊരു കോൺഫിഡൻസ് തന്നെയാണത്. അപ്പം അത് മുന്നോട്ടുള്ള ഒരു അഭിനയ ജീവിതത്തിലും ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ ഉറപ്പായിട്ടും. വേറെ ഏതെങ്കിലും നടന്മാർ ഇത്തരത്തിൽ മുൻപ് അഭിനയിച്ചിട്ടുള്ള നടന്മാരോ? അതായത് ഞാനങ്ങനെ ഭയങ്കര പടങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ. പക്ഷെ അഭിനയിച്ചവര് ഇങ്ങനെ ഇപ്പം ആന്റണി വർഗീസ് പെപ്പെ എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആക്ടറാണ്. പെപ്പെ വെച്ചാൽ വർഷങ്ങൾ മുമ്പ് ഞങ്ങൾ അഭിനയിച്ചാണ്. പടം ഇറങ്ങിയിട്ടില്ല. അത് ആരോ എന്ന് പറഞ്ഞ പടം ഉണ്ടായിരുന്നത്, നമ്മുടെ നഹാസിലെ RDX ഇപ്പൊ ഐ എം ഗെയിം. ആ പടത്തിൽ ഫസ്റ്റ് നഹാസിനോട് ആരോ ആയിരുന്നു. അപ്പൊ ഞാനതിൽ സെക്കൻഡ് ഹീറോ ആയിരുന്നു. അപ്പം അത് നടന്നില്ല. അത് കോവിഡ് കാരണം അത് സ്റ്റക്കായി. പിന്നീട് ആ പടം ഡിലേ വന്നു. പിന്നെ ഒരുപാട് വർഷങ്ങൾ നമ്മൾ ലോക്ക്ഡൌണും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയതുകൊണ്ട് അത് നടന്നില്ല. അപ്പം ആ സമയത്താണ് പെപ്പയും ഞാനും തമ്മിൽ കമ്പനിയാവുന്നത്. പെപ്പെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ആ സമയത്ത് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നൊരു അടിപൊളി ഹ്യൂമൻ ബീങ് ആണ് പെപ്പെ. പിന്നെ ചാക്കോച്ചൻ അടിപൊളിയാണ്. ചാക്കോച്ചനാണെങ്കിലും സപ്പോർട്ട് ചെയ്യും. എല്ലാവരും എനിക്കൊരു എൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാവരും ഭയങ്കര നൈസ് മെമ്പേഴ്സ് ആണ് എല്ലാവരും. അതെ, എല്ലാവരോടും ഞാൻ വർക്ക് ചെയ്തത്. ഇപ്പം പറഞ്ഞ സിദ്ധാർത്ഥ് ഭരതനൊക്കെ ഭയങ്കര സീനിയർ. സിദ്ധാർത്ഥേട്ടനൊക്കെ അടിപൊളിയായിരുന്നു. ഇപ്പം നമ്മള് സ്ക്രീനിൽ കാണുന്നതല്ലാതെ റിയൽ ലൈഫിൽ ഇവർക്ക് ഭയങ്കര രസമാണ്, നൈസ്. ഞാൻ വർക്ക് ചെയ്ത എല്ലാവരും ഭയങ്കര ചിൽ. പിന്നെ കുട്ടേട്ടൻ, വിജയരാഘവൻ ചേട്ടൻ, അപ്പം എല്ലാവരും ഇന്നവരെ എനിക്ക് അങ്ങനെ ഒരു വർക്ക് ചെയ്തെന്നൊരു
ഒരു ബാഡായിട്ടോ ഒന്നും വന്നിട്ടില്ല. എല്ലാവരും ചിൽ മനുഷ്യന്മാരാണ്. ാണ് വീട്ടിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് ഉണ്ടാവില്ല. ഒരു സിനിമാ നടൻ ഒരു സാധാരണക്കാരൻ വീട്ടിൽ ചെന്നിട്ട് പറയാണ് എനിക്ക് സിനിമാ നടനാവണമെന്ന് പറയുമ്പോ അവിടുന്ന് വരുന്ന ഒരു റെസ്പോണ്ട് പല വീട്ടുകളിലും പലതായിരിക്കും. അപ്പൊ ഉണ്ണീന്റെ വീട്ടിൽ എങ്ങനെയായിരുന്നു അല്ല, എന്റെ വീടെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു മെന്റൽ സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടുക എന്നുള്ളത്. കാരണം ഫിനാൻഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, എൻ്റെ അച്ഛൻ സാധാരണ ഒരു കൂലിപ്പണിക്കാരനാണ്. അപ്പോൾ പുള്ളിയുടെ അവിടെ നിന്ന് പൈസ ഒന്നും അച്ഛനോട് ചോദിക്കാൻ പറ്റില്ല, അച്ഛൻ അങ്ങോട്ട് ഒന്ന് കൊടുക്കാൻ നല്ലത് അങ്ങോട്ട്. അപ്പം അങ്ങനെ, പക്ഷെ അത് ഞാൻ പറഞ്ഞപ്പോൾ അവർ നോ പറഞ്ഞില്ല, റിജക്ഷൻ ഇല്ലായിരുന്നു. അവർ പറഞ്ഞു ഓക്കെ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. അപ്പം അതിനാണ് പിന്നെ ഞാൻ പോയത്. അങ്ങനെ ഒരു കോൺഫിഡൻസ്. അപ്പം സാധാരണ ചിലപ്പോൾ പറയാം ജോലിക്ക് പോകണം, അപ്പം ഞാൻ അവിടെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം മൊമ്മലിലാണ് ഞാൻ നിർത്തിയത്. ആ സമയത്തൊക്കെ ഇങ്ങനെ നമുക്ക് EMI അടയ്ക്കണം അടയ്ക്കണം അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം മൊമ്മലിൽ ഞാൻ ജോലി നിർത്തിയപ്പോൾ അവർ നോ പറഞ്ഞില്ല. മേ ബി അവർ പറ്റില്ല നടക്കില്ല എന്നൊക്കെ പറയുന്നെങ്കിൽ ചിലപ്പോൾ ഇത് നടന്നാവാൻ ചാൻസ് കുറവായിരുന്നു. പക്ഷെ അവർ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ മാതിരി നമുക്ക് കുഴപ്പമില്ല നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ എന്നൊരു വേർഡിലാണ് പിന്നീട് ഞാൻ അങ്ങോട്ട് പോയത്. ലാസ്റ്റ് ഇറങ്ങിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഈ അടുത്താണ് OTT ഇറങ്ങിയത്. OTT ഇറങ്ങിയ ശേഷം ഒരുപാട് ചർച്ചകൾ വന്നിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കൂലേ, ഞാൻ വിളിച്ചപ്പല്ലേ. അപ്പോ അതിനകത്ത് കൂടുതലായിട്ടും പറയുന്ന കുട്ടികളെ സിനിമ കാണിക്കരുത്, അല്ലെങ്കിൽ അത് ഡ്രഗ്സിനെ നമ്മള് ഒരു സപ്പോർട്ട് ചെയ്യുന്ന പോലത്തെ ഒരു സിനിമയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചർച്ചകൾ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയില്. അതിനെക്കുറിച്ച് ഒരു പോലീസുകാരനായിട്ടാണ് താങ്കൾ അഭിനയിക്കുന്നത്. കുഞ്ചാക്കോ ബോബന്റെ ഒപ്പം തന്നെ കോമന്റ് സീനുകളും ഉണ്ടായിരുന്നു കോമഡി. അപ്പോ ഒരു റിയൽ ലൈഫിൽ ഒരു പോലീസുകാരനായിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു ഒരു പ്രശ്നം നടക്കുവാണെങ്കിൽ താങ്കൾ എങ്ങനെയായിരിക്കും അതിനോട് പ്രതികരിക്കുക? എത്രത്തില് പ്രശ്നം ആ സിനിമയിൽ നടക്കുന്ന പോലത്തെയുള്ള പ്രശ്നം അതിലിപ്പോ ചാക്കോച്ചൻ പ്രതികരിച്ച പോലെ തന്നെ പ്രതികരിക്കും. പിന്നല്ലാതെ അങ്ങനെ പ്രതികരിക്കുക. അതായത് ഇപ്പം എന്താ പറയാ, ആ പടത്തിൽ പക്ഷെ ഡ്രഗ്സിന് എതിരായിട്ടാണ് സംസാരിക്കുന്നത്, ഡ്രഗ്സിനെ സപ്പോർട്ട് ചെയ്യില്ല. കുട്ടികളെ കാണിക്കരുത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ ചർച്ചകൾ OTT ഇറങ്ങിയ ശേഷം. ആണോ? ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ ഫാമിലി ആയിട്ടാണ് മൊത്തം. ഞാൻ പല സ്ഥലത്തും പോകുമ്പോഴും എല്ലായിടത്തും ഈ സിനിമ എല്ലാവരും കാണണം, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് കാണണം. അപ്പം കുറെ എന്താ പറയാ, ഫാമിലിക്ക് മാത്രം ഷോസ് ഒക്കെ ഉണ്ടായിരുന്നു കൊച്ചിയിൽ, പിന്നെ വുമൻസിന് മാത്രം ഷോസ് ഉണ്ടായിരുന്നു കൊച്ചിയിൽ. അപ്പൊ എല്ലാവരും ആ സിനിമ, അപ്പൊ എന്റെ വീടിന്റെ അടുത്ത് പോലീസുകാരൊക്കെ ഉണ്ട്. അപ്പം തൊട്ട് മുകളിലുള്ള പ്രശാന്തേട്ടൻ ഉണ്ട്, പുള്ളിയൊക്കെ പറഞ്ഞു കിട്ടില്ല പടം, മീൻസ് ആ സബ്ജക്റ്റ്, കാരണം അത് കാണണം എല്ലാവരും എന്നാണ്. ഞാൻ കേട്ടില്ല, എനിക്കറിയിട്ടോ, ഞാൻ സോഷ്യൽ ഫുൾ ടൈം ഇരിക്കുന്നുള്ളൂ. പക്ഷെ അത് സത്യം പറഞ്ഞാൽ എല്ലാവരും കാണണം ആ സിനിമ, കുട്ടികളായിട്ട്. അവര് എന്നാലേ മനസ്സിലാവുള്ളത് എന്താണ്, കാരണം അതിൽ പറയപ്പെടുന്ന സബ്ജക്റ്റ് എങ്ങനെയാണല്ലോ. ഇവര് ഇപ്പം അങ്ങനത്തെ ആളുകളുണ്ട്, ഇപ്പൊ നമ്മളിപ്പം വാർത്തയിൽ ഡെയിലി കാണുന്നതാണ്. അപ്പൊ അങ്ങനത്തെ ആളുകളുണ്ട്. അപ്പൊ അങ്ങനത്തെ ആളിൽ നിന്ന് രക്ഷപ്പെടണം. അങ്ങനത്തെ ഒരു സോഴ്സിൽ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് അതിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ ഡ്രഗ്സിനൊക്കെ അടിമയായിട്ട് എന്താ സംഭവിക്കുന്നതിൽ, അതിലിപ്പോ ചാക്കോച്ചന്റെ മോക്ക് സംഭവിച്ച കാര്യം എന്താ, അത് ഈ ഡ്രഗ്സിൽ പോയിട്ടല്ലേ പറ്റുന്നത്. അപ്പം അങ്ങനത്തെ വലയങ്ങളിലേക്ക് പോവാതിരിക്കുക, മാക്സിമം നമ്മുടെ വീട് പഠിപ്പ് പരിപാടി കേട്ട് പോവുക. പക്ഷെ അതിനകത്തും ഒരു സിനിമയില് പറയുന്നത് ചാക്കോച്ചന്റെ മകളെ പെടുത്തുന്നത് ഭാര്യനോടുള്ള ഒരു റിവെഞ്ച് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പെടുത്താണ് ചെയ്യുന്നത് എല്ലാ പോലീസുകാരുടെ അടുത്തും. അപ്പൊ ഡ്രഗ്സിന് അടിമയായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് സിനിമയിൽ കാണിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സീനുകൾ കുട്ടികൾ കാണുമ്പോൾ അത് കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന ആഘാതം കുറച്ച് കൂടുതലായിരിക്കും എന്നാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള ചർച്ചകൾ. കുറെ ആൾക്കാർ ഇങ്ങനത്തെ പോസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആണല്ലേ, ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ കാണരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര നമ്മളെ ഗ്ലോറിഫൈ ചെയ്യുന്ന തരത്തിലാണ് ആ സിനിമ എടുത്ത് വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തോണ്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഡ്രഗ്സിന്റെ കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര, അത് ഒരിക്കലും ആ വഴിക്ക് പോവാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം അത് നമ്മൾ തന്നെ കാണുന്നതാണ് ഇപ്പം എത്രത്തോളം. പിന്നെ ഞാൻ തന്നെ ഇപ്പം നമ്മുടെ ശരിക്കും പറയുക ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ മനസ്സിലാവും എനിക്കൊരു ബുദ്ധിമുട്ട്. പിന്നെ കുതിരട്ടത്ത് പോയാലും മനസ്സിലാവും. സത്യം ഭയങ്കര ഭീകര ഒരു വേർഷനാണത്. ഇപ്പൊ നമ്മളറിയുന്ന കുറെ സുഹൃത്തുക്കൾ, ഇപ്പം കുറെ ആൾക്കാരെ ഞാൻ എടുത്ത് കണ്ടപ്പോഴൊക്കെ, മീൻസ് കുറെ പേര് ഇങ്ങനെ അഡിക്ഷൻ സെന്ററിലൊക്കെയാ. ഭയങ്കര ഭീകര പ്രശ്നമാണത്. അപ്പൊ അത് എല്ലാവരും ഒന്ന് മാതാപിതാക്കൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം ഇപ്പോഴത്തെ ഒരു കുറെ ഫ്രീഡം ഭയങ്കരമായിട്ട് എല്ലാവരും കൊടുക്കുന്നുണ്ട്. ഫ്രീഡം കൊടുക്കുന്നത് കുഴപ്പമില്ല. പക്ഷെ ഒരു എപ്പോഴും നമ്മൾ ചിന്തിക്കണം, കുട്ടികളെ മുകളിൽ എപ്പോഴും ഒരു, ഇപ്പം ഞാനൊക്കെ ചെറുപ്പത്തിൽ പണ്ട് എൻ്റെ വീട്ടിലൊക്കെ എന്നെ സത്യം പറഞ്ഞാൽ വീട്ടിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് വളർത്തിയത് ഒരു സമയത്ത്. അപ്പം അതുകൊണ്ട് നമുക്ക് പേടിയുണ്ടായിരുന്നു, എല്ലാത്തിനും കൂടി പേടിയായിരുന്നു. മേ ബി ആ പേടി നല്ലതായിരിക്കും എനിക്കിപ്പോൾ തോന്നുന്നു. ഒരു ഉള്ളിലൊരു
പേടിയുണ്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഒക്കെ വീട്ടിൽ ഇതാവുമല്ലോ. അപ്പം എല്ലാം ശ്രദ്ധിച്ചും കണ്ടും ചെയ്യുക. ഫാമിലീസ് എല്ലാവരും ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ടാണ്. മേ ബി അല്ലാതെ നമ്മൾ പിള്ളേരെ തല്ലു വളർത്തണം എന്നൊന്നുമല്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഭയങ്കര മോശമാണ്. കാരണം ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയങ്കരമായിട്ട് വഴി തെറ്റാൻ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. ഉള്ളൂ. മലയാള സിനിമയിലെ ഇപ്പം കുറച്ച് ഈ ഡ്രഗ്സിന്റെ കേസുകളൊക്കെ വന്ന സമയത്ത് ഒരുപാട് ചർച്ചയായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. മലയാള സിനിമ എന്ന് പറയുന്ന സിനിമയിലെ ആൾക്കാർ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള തരത്തിൽ കുറെ ടോക്കുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് സിനിമക്കാരെ അതിൽ പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കുറെ ചർച്ചകൾക്ക് മുന്നിൽ ദിലീഷ് പോത്തനും ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഇത്ര ആൾക്കാരെ പിടിച്ചില്ലേ, ഇത്ര സിനിമക്കാരല്ലേ ഉള്ളൂ, അതുകൊണ്ട് സിനിമയെ മാത്രമാണോ കുറ്റം പറയുന്നത് എന്നുള്ള തരത്തില്. അപ്പോൾ ചില സിനിമകൾ കാണുമ്പോൾ അതിലേക്ക് ചില സിനിമകൾ കുട്ടികളെ അല്ലെ കുട്ടികളെന്നല്ല ബാധിക്കുന്നൊരു ഒരു കാര്യം കൂടി പറഞ്ഞു ഉണ്ട്. അപ്പൊ എന്താ അതായത് ഇപ്പം പറഞ്ഞ മാതിരി ഇപ്പൊ സിനിമയിൽ മാത്രമല്ലല്ലോ എന്നുള്ളത് കാര്യം. ഇപ്പൊ നമ്മളിപ്പോ റീസെന്റ് ഇപ്പം കൊച്ചിയിൽ ഭയങ്കര ഒരു ഇതുണ്ടായി, ഒരു നൈറ്റ് പെട്രോൾ. അപ്പൊ അതില് എത്ര പേരുണ്ട്, പുറമേയുള്ള ആൾക്കാർ ഉണ്ടല്ലോ. ഇപ്പൊ സിനിമക്കാർ മാത്രമല്ല, ഇപ്പൊ സിനിമക്കാരെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി എന്താ പറയാ, ആളുകളേക്ക് പെട്ടെന്ന് സിനിമാ നടൻ അല്ലെങ്കിൽ ഇന്ന ആൾ അറസ്റ്റ് ആയി, സിനിമയിൽ അങ്ങനെ എത്തുന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ അതിലും എത്രയോ ഇത്ര ആൾക്കാരേ ഉള്ളൂ പുറത്ത്. അപ്പൊ എല്ലായിടത്തും ഇതുണ്ട്. ഇന്ന സ്ഥലത്ത് മാത്രം എന്ന് പറയപ്പെടുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം എല്ലായിടത്തും ഉണ്ട്. പക്ഷെ എല്ലായിടത്തും നിർത്തണം. എവിടെ ഉണ്ടാവാൻ പാടില്ല. മൊത്തത്തിൽ ഇത് ഒഴിവാവണം. അല്ലെങ്കിൽ മറ്റേ ഈ ഡ്രഗ്സ് യൂസ് ശരിക്കും പറഞ്ഞാൽ മറ്റേ ഒരു സിനിമയിൽ തന്നെ കമലഹാസൻ പറഞ്ഞ ഡയലോഗില്ലേ, മറ്റേ വിക്രത്ത് പറഞ്ഞില്ലേ, നമ്മള് ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ മനുഷ്യന്മാരെന്ന് കുരങ്ങന്മാരെന്ന് മനുഷ്യന്മാരെന്ന് അറിയപ്പെടുന്നു. സോ ഇപ്പോഴും നമ്മൾ ഇങ്ങനത്തെ ഈ എന്താ പറയുക, ഇങ്ങനത്തെ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്ത് വീണ്ടും നമ്മൾ കുരങ്ങന്മാരെ പോവുക. അച്ഛനറിയില്ല, അമ്മയറിയില്ല, പെങ്ങളറിയില്ല, ഫ്രണ്ട്സ് അറിയില്ല. അപ്പം ഇതെല്ലാം നിർത്തുക, മൊത്തമായിട്ട് ഇത് ഒഴിവാക്കുക. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഒഴിവാക്കുക. അതിന് ആരാണോ എന്താണോ സർക്കാരാണെങ്കിലും അത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. സിനിമ എന്നൊരു മാധ്യമം പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തുന്നതുകൊണ്ടാണോ വാക്ക് ഉപയോഗിക്കുന്നത്? ഉറപ്പായിട്ടും. കാരണം പെട്ടെന്ന് എത്തുമല്ലോ സിനിമ എന്ന് പറയുമ്പോൾ. ഇപ്പം ചില ന്യൂസുകളൊക്കെ വരുമ്പം സിനിമ നടൻ അറസ്റ്റ് എന്ന് പറയുമ്പം ഇയാളെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല നമ്മൾ. പക്ഷെ അതിന്റെ മുകളിൽ സിനിമ നടൻ എന്നാ പറയാ. പുള്ളി ചിലപ്പം എന്തെങ്കിലും ഒരു പടത്തിലൊരു നടിച്ചായിട്ട് വന്നാളോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷെ ഈ ന്യൂസിൽ വരുന്ന സമയത്ത് സിനിമ നടൻ അറസ്റ്റില്ല. അപ്പം അപ്പോൾ ഞാൻ ഏത് നടനാണ് എന്നുള്ള ചിന്തിച്ചിട്ടുണ്ടാവില്ല അല്ലെ? ന്യൂസ് കാണുമ്പോൾ നടന്ന ആളെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതെ. അപ്പൊ അത് ഇച്ചിരി പെട്ടെന്ന് എത്തുന്നോണ്ടായിരിക്കാം മേ ബി അങ്ങനെയൊക്കെ വരുന്നത്. ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ കുഞ്ചാക്കോ ബോബന്റെ കഥാപാത്രം നമ്മൾ അത്രയും നാൾ കണ്ടുകൊണ്ടിരുന്നത് നിറത്തിലും അനിയത്തിപ്രാവിലൊക്കെ ഒരു ചോക്ലേറ്റ് ഹീറോ എന്നുള്ള ഒരു ടാഗ് ലൈനോടെയാണ് നമ്മൾ കുഞ്ചാക്കോ ബോബനെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ടാഗ് ലൈൻ അപ്പാടെ മാറ്റി അതിനെയൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ആ ഒരു സിനിമയിൽ തുടക്കം മുതൽ അവസാനം വരെ കുഞ്ചാക്കോ ബോബൻ അഭിനയിച്ചത്. ആ ഒരു അഭിനയത്തിനെ കുറിച്ച് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതായത് സത്യം പറഞ്ഞാൽ ആ ഒരു പുള്ളിയുടെ ഫസ്റ്റ് ഇൻട്രോ സീൻ, ആ സീൻ തന്നെ നമ്മളെ മൊത്തത്തിൽ ചാക്കോച്ചൻ എന്നുള്ളത് കട്ടായി പോയി. നമ്മൾ കണ്ട മറ്റേ റൊമാൻറ്റിക് ഹീറോ ചാക്കോച്ചൻ എന്നുള്ളത് നമ്മൾ മൈൻഡിൽ നിന്നേ കട്ടായി പോയി. ഞാൻ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ചാക്കോച്ചൻ എന്ന സാധനം തന്നെ, ആ ക്യാരക്ടർ പുള്ളി കറക്റ്റ് ആ ക്യാരക്ടറായി. പുള്ളിയുടെ ഇവൻ നോട്ടം, പുള്ളിയുടെ സംസാരം എല്ലാം ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. അതാ പടം കണ്ട എല്ലാവർക്കും മനസ്സിലാവും. കാരണം നമ്മൾ ഇത്രയും കാലം കണ്ട. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് വണ്ടറായി പോയി. ഷോ ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെയോ, അത് ഞെട്ടിപ്പോയി. അത് ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു നമ്മളെ സംഭവിച്ചോളം. അപ്പം അത് ഇനിയതല്ല, സെറ്റിൽ എല്ലാവർക്കും പുള്ളിയുടെ ആ ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സീനിൽ തന്നെ ഓക്കെ ഇത് പുള്ളി വേറെ പരിപാടിയാന്നുള്ളത് ഞെട്ടിയായിരുന്നു. അത് മൊമെന്റ് തന്നെ. പിന്നെ പടത്തിൽ ഓരോ സീക്വൻസ് ഇപ്പൊ ചാക്കോച്ചാൽ പുഷപ്പ് എടുക്കുന്ന ഒരു സീനുണ്ട്. അതിനൊക്കെ ഹോസ്പിറ്റലിൽ അതൊക്കെ കാണുമ്പോൾ ഞാൻ അങ്ങനെ റൊമാൻറ്റിക് ഹീറോ. അപ്പൊ അത് ഭയങ്കര ഇപ്പൊ 28 വർഷമായി പുള്ളിയുടെ അനിയത്തിപ്രാവ് ഇറങ്ങിയിട്ട്. അപ്പം അതൊരു ഭയങ്കര സർപ്രൈസ്ഡ് മൊമെന്റ് ആയിരുന്നു. അടുത്ത വരാനിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണ്? ഇനി മീശ എന്ന് പറഞ്ഞ പടം വരാണ്ട്, മറ്റേ വികൃതി എന്ന് പറഞ്ഞ അതാണ് ഇപ്പൊ വരാനുള്ളത്. പിന്നെ ബാക്കി ഇങ്ങനെ സംസാരങ്ങൾ നടക്കുന്നു, അങ്ങനെ പോകുന്നു, കഥകൾ കേൾക്കുന്നു, അതൊക്കെ ആൻസർ ചോദിക്കുന്നു, ഒക്കെ വരും. മീശന്റെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞതാണോ? എല്ലാം കഴിഞ്ഞു. അപ്പം എന്റെ VFX വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അത് ഖദർ എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞില്ല, പരിയേരും പെരുമാളിലെ ഖദറാണ് അതിൽ ആക്ടറായിട്ട് അഭിനയിക്കണേ. ലീഡായിട്ട് ഖദറുണ്ട്, പിന്നെ ഹക്കീമുണ്ട്, ഹക്കീം ഷാജഹാനുണ്ട്, പിന്നെ സുദീഖ് കോപ്പ, ജിയോ ബേബി, അങ്ങനെ കുറെ ആർട്ടിസ്റ്റ് ഉണ്ട്, ഞാനും ഉണ്ട്. എപ്പോഴത്തേക്കാണ് റിലീസ്? അത് മെയ് ആയിരിക്കും മിക്കവാറും. മെയ് ആയിരിക്കും. കാരണം ഇച്ചിരി VFX വർക്കൊക്കെ ഉള്ള ഇച്ചിരി നല്ലൊരു രസമുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ അത് മെയ്യാവും. ഇനി മുന്നോട്ടുള്ള ഒരു സിനിമാ ജീവിതത്തിന് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നല്ല സിനിമകൾ ചെയ്യണം. നല്ല സിനിമകൾ ചെയ്യണം. കൊമേഴ്ഷ്യൽ സിനിമകളുടെ ഭാഗമാകണമെന്നാണോ അതോ എല്ലാം
ഇനിയിപ്പോൾ ഈ കൊമേഴ്ഷ്യൽ നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ കൊമേഴ്ഷ്യൽ ഇപ്പം ഞാൻ സത്യം പറഞ്ഞപ്പം കുറേ പടങ്ങളിൽ ഇപ്പം ഞാൻ ചാൻസ് ചോദിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു "ഉണ്ണി, ഇത് കുറച്ച് വേറൊരു ടൈപ്പ് പരിപാടിയാണ്." അപ്പം സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ റോം കോം ആക്ടർ ആയിരുന്നു എന്നുള്ളത് എല്ലാവരും മറന്നു. മറന്നു. അത് മറന്നുപോയി. കാരണം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന റോം കോം ആയിരുന്നു, മറന്നുപോയി. അപ്പൊ എല്ലാവരും എന്നെ മറ്റേ സീരിയസ് ആക്ടർ ആയിട്ട് മറ്റേ അതെ അതെ. സീരിയസ് ആക്ടറാണ് അല്ല പറഞ്ഞത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാനതല്ലല്ലോ. അപ്പം ഇനി അങ്ങനത്തെ കുറച്ച് പടങ്ങൾ കൂടി ചെയ്യണം, എന്നാലേ നിൽക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഇനിയും ഒരുപാട് എന്താ പറയാ, അത്തരത്തിലുള്ള ഒരുപാട് കഥകൾ ലഭിക്കട്ടെ, അത്തരത്തിലുള്ള വേഷങ്ങൾ ഒരുപാട് ലഭിക്കട്ടെ. ഈ കഥാപാത്രത്തിൽ നിന്ന് ഒരു നായകനായിട്ട് മലയാള സിനിമയിലെ ഒരു അറിയപ്പെടുന്ന ഒരു നായകനായിട്ട് വളരട്ടെ, എല്ലാരും അറിയുന്ന ഒരു നടനായിട്ട് വളരട്ടെ. എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഓക്കെ.